ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ 9-ാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കാക്കാമലയിൽ എന്ന സോങ്ങോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. ഋഷി തൻ്റെ വിഷമങ്ങൾ ശ്രീരേഖയോട് പറയുന്നു. ജാസ്മിന് ഭയങ്കര അത്ഭുതമാണ് ഗബ്രിയോട് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു, ഞാൻ ഗബ്രിയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നതിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ന്യായീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഗബ്രിയോടുള്ള ഇഷ്ടത്തെ സഹോദര ബന്ധത്തോടും ഫ്രണ്ട്ഷിപ്പിനോടും ഒക്കെ ഉദാഹരിക്കുന്നുണ്ട് ജാസ്മിൻ. പറയുന്ന ഇതിനെ വേറൊരു രീതിയിൽ കാണുന്ന പ്രേക്ഷകരെയൊക്കെ കുറ്റം പറയുകയാണ് ജാസ്മിൻ. അതിന് ശരിവയ്ക്കുകയാണ് യമുനാദേവി. ഇപ്പോൾ കുറ്റം മുഴുക്ക പ്രേക്ഷകർക്കായി. അവിടെ ഇരുന്ന് ഈ കാണിച്ചു കൂട്ടുന്നത് കെട്ടിപ്പിടുത്തവും ഉമ്മവയ്പ്പും ഒക്കെ സഹോദര ബന്ധം ആണ് എങ്കിൽ വളരെ നല്ല കാര്യം. അതിന് ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെന്ത് തെറ്റാണാവോ ചെയ്തത്? പ്രേക്ഷകരെ മൊത്തം അധിക്ഷേപിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. ഗബ്രി ഇല്ല, ജാസ്മിനും യമുനാദേവിയും കൂടെ ചെയ്യുന്നത്. കാണുന്ന പ്രേക്ഷകരുടെ കണ്ണിനാണ് കുഴപ്പമെന്നാണ് പറയുന്നത്. അവിടെ കൈ പിടിച്ചു ഞെക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ഇതൊക്കെയാണ് അവരുടെ കലാപരിപാടികൾ. അതൊക്കെ സഹോദരനാണോ ഫ്രണ്ടാണോ എന്തായാലും അവർക്ക് തന്നെ കൊള്ളാം. കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ്, അവർക്ക് എന്തായാലും ഒരു പ്രശ്നമില്ല. കടിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് കാണുന്ന പ്രേക്ഷകരെ എന്തിനാണ് തെറ്റു പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പ്രേക്ഷകർ പലരും പല അഭിപ്രായത്തിലുള്ളവർ കാണും. അത് വളരെ നല്ലതാണെന്ന് പറയുന്ന പ്രേക്ഷകരും കാണും, അതിൽ തെറ്റായി പോയി എന്ന് പറയുന്നവരും കാണും. അത് മനുഷ്യർ പൊതുജനം പലവിധമാണ്. അതുകൊണ്ട് പൊതുജനത്തിൻ്റെ മുമ്പേ കാണിക്കുമ്പോൾ അവർ പറയുന്നത് മാനിക്കാനും പഠിക്കണം. പ്രേക്ഷകർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവർ പറയുന്നതിനെ മാനിക്കാൻ കൂടെ പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഒരു പബ്ലിക് പ്ലേസിൽ ചെന്നിരുന്ന് കാണിക്കേണ്ടത്. അല്ലാതെ തോന്നിയതുപോലെയൊക്കെ ചെയ്തിട്ട് പറയുന്നവരുടെ പിറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. നാട്ടിലുള്ള എല്ലാവരെയും നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. പോകുന്ന വഴിയിലെല്ലാം പരവതാനി വിരിച്ച് പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്ത് ഒന്ന് മാറി നടക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലായിടും പരവതാനി വിരിച്ച് കല്ലും മുള്ളും എല്ലാം മാറ്റി നടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവരവിടെ ഇരുന്ന് കാണിക്കുന്നത് കണ്ട പ്രേക്ഷകർക്ക് തോന്നിയ അഭിപ്രായം പറയും. അതിനനുസരിച്ചുള്ള വോട്ടേ ജാസ്മിനും ഗബ്രിക്കും വീഴുകയുള്ളൂ. അത് തിരിച്ചറിഞ്ഞാൽ ജാസ്മിനും ഗബ്രിക്കും തന്നെയാണ് നല്ലത്. അവിടെ ഇരുന്ന് ഉള്ള പ്രേക്ഷകരെയും കൂടെ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ പ്രേക്ഷകർ ചെയ്യുന്ന വോട്ടും വേണ്ടെന്ന് വയ്ക്കും. അടുത്തത് നടന്നത് പവർ ടീമിൽ കയറാനുള്ള ചലഞ്ച് ടാസ്ക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന അതേ ടാസ്ക് തന്നെ വേറൊരു രൂപത്തിൽ കാണിക്കുന്നു എന്ന് മാത്രമേ തോന്നിയുള്ളൂ. കുട്ടികളായി വരും, ആ കുട്ടികളെ സന്തോഷിപ്പിക്കുക, ചിരിപ്പിക്കുക, ഇതാണ് ടാസ്ക്. കഴിഞ്ഞ ടാസ്കിലും അതായിരുന്നു. വെറുതെ അവരായിട്ട് വന്ന് നിന്ന് ചിരിപ്പിക്കണം. ഈ ചിരിപ്പിക്കുന്ന ടാസ്ക് തന്നെ ഇങ്ങനെ തിരിച്ചും പ്രശ്നം കൊടുത്തുകൊണ്ടിരുന്നാൽ പവർ ടീം അവിടെ തന്നെ നിൽക്കും. വേറെ ആർക്കും പവർ ടീമിലോട്ട് കയറാനും സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് ഇവർക്ക് വേണ്ടി കണ്ടുപിടിച്ച ടാസ്ക്കാണോ ഇതെന്നുള്ള സംശയം മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. ബിഗ് ബോസിൻ്റെ ഇഷ്ടം പവർ ടീമിൽ ഇപ്പം നിൽക്കുന്ന പവർ ടീം തന്നെ അവിടെ നിൽക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടാസ്കുകൾ നൽകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പവർ ടീമിലുള്ളവരെല്ലാം ആക്ട്രസ്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായി ആക്ട് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ഏത് ടാസ്കും അഭിനയവുമായി ബന്ധപ്പെട്ട ഏത് ടാസ്ക് നൽകിയാലും അവർ നന്നായി തന്നെ ചെയ്യും. അവർക്ക് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും ഇങ്ങനെ അഭിനയത്തിലൊക്കെ നിൽക്കുന്നവരെ പെട്ടെന്ന് ചിരിപ്പിക്കുക, അല്ലെങ്കിൽ ആ ടാസ്ക് വിട്ട് കഥാപാത്രം വിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പവർ ടീം എത്രയാണോ മാക്സിമം ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് വരെ ഈ പവർ ടീം തന്നെ നിലനിൽക്കും എന്ന് തോന്നുന്നു. എന്തായാലും പവർ ടീമിലുള്ള അംഗങ്ങളൊക്കെ അടിച്ച് പിരിഞ്ഞ് പലരും പല വഴിക്കായി. ഇപ്പോൾ പവർ ടീമിൽ നിന്നും വേണ്ട എന്ന് പറഞ്ഞ് ഓരോരുത്തർ മാറുന്നുണ്ട്. ഇതിനിടയിലാണ് പവർ ടീമിൻ്റെ കയ്യിൽ നിന്നും താക്കോൽ കളഞ്ഞ പ്രശ്നം. താക്കോൽ കളഞ്ഞത് തേടുകയായിരുന്നു ഇന്നത്തെ പകുതി ദിവസവും. അതിൻ്റെ പേരിൽ പവർ ടീമിലുള്ളവർ തന്നെ തമ്മിലടിക്കുകയും മറ്റ് ടീമിലെ അംഗങ്ങൾ സമരം ചെയ്യുകയും ഒക്കെ ചെയ്തു. അവിടെ കണ്ണീരും കയ്യുമായി അവിടുത്തെ ബിഗ് ബോസിലെ പവർ ടീമും മറ്റംഗങ്ങളും കണ്ണീരും കയ്യും കൂട്ടകരച്ചിലുമായി നിൽക്കുന്നു. ഇത് മാത്രമല്ല, താക്കോൽ പ്രശ്നം മാത്രമല്ല, ഐസ്ക്രീം പ്രശ്നം കൂടെയുണ്ട്. ഗബ്രി സ്റ്റോർ ചെയ്ത് വച്ചിരുന്ന ഐസ്ക്രീം ജാൻമണി എടുത്ത് കഴിച്ചു എന്നതാണ് ആ പ്രശ്നം. ജാൻമണി ഒരു ബൗളിൽ കുറച്ച് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഒരു സ്പൂൺ എടുത്ത് വായിലോട്ട് കൊണ്ടുപോയതും ഗബ്രി ആരോട് ചോദിച്ചിട്ടെടുത്തു, ആരാ പറഞ്ഞത് ഐസ്ക്രീം എടുക്കാൻ എന്നൊക്കെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഹാരം ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അത് എൻ്റെതാണ്
എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും അത് വിഷമം തോന്നും. ജാൻമണിക്കും അത് ഫീൽ ചെയ്തു, അതെടുത്ത് കൊടുത്ത അപ്സരയ്ക്കും ഫീൽ ചെയ്തു. അതിന് റിയാക്ട് ചെയ്തപ്പോൾ ഗബ്രിക്ക് ഇഷ്ടപ്പെടാത്തതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാത്തത് ജാസ്മിനാണ്. ജാസ്മിൻ അവരോടൊക്കെ കാര്യം ചോദിക്കാൻ പോകുന്നുണ്ട്. എന്തിനാണ് ഗബ്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗബ്രി പറയില്ലേ, ജാസ്മിൻ എന്തിനാണ് അതിൻ്റെ ഇടയിൽ ചാടിക്കയറുന്നത്? അത് ചോദിച്ച അപ്സരയ്ക്കായി അടുത്ത കുറ്റം. അതിന് അപ്സരയുടെ വക ആ കരച്ചിൽ. ജാൻമണി വേറെ കരച്ചിൽ, ഗബ്രി വേറെ കരച്ചിൽ. ഇതിനെല്ലാം പുറമെ ജാസ്മിൻ കരയുന്നു. ജാസ്മിൻ എന്തിനാണ് കരഞ്ഞതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഗബ്രി കരയുന്ന സങ്കടം കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, 4 ദിവസം കൊണ്ട് ഇത്രയ്ക്കും അടുത്തോ എന്ന് ചോദിക്കുന്നവർ കാണും. ഞാൻ അടുത്തു. എല്ലാം ജാസ്മിൻ തന്നെ പറയുന്നു. പ്രേക്ഷകർ ചോദിക്കാനിടയുള്ള ചോദ്യങ്ങളും അവർക്കുള്ള ആൻസറും എല്ലാം ജാസ്മിൻ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജാസ്മിൻ്റെ ഗെയിം വളരെ താഴോട്ട് പോകും. ഇപ്പോൾ തന്നെ വളരെ താഴോട്ട് പോയതാണ്. നമുക്ക് ഈ ഓരോ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്ന കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ജാസ്മിൻ്റെ ഗെയിം എങ്ങോട്ടാണ് പോകുന്നത്. ആ ഗബ്രിയുടെ ഗെയിം പോലും താഴ്ന്ന് അങ്ങേറ്റമായി. ഗബ്രിയും ജാസ്മിനും കൂടെ ഇങ്ങനെ കൂട്ടുചേർന്ന് കളിച്ചാൽ ജാസ്മിൻ്റെ ഗെയിം മാത്രമല്ല ഗബ്രിയുടെ ഗെയിമും താഴോട്ട് പോവുകയുള്ളൂ. ഈ കോംബോ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ജാസ്മിനും ഗബ്രിയും ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ് നേരെ കളിച്ചാൽ അവർക്ക് തന്നെയാണ് നല്ലത്. ഒരാൾ ഇത്തിരി ഐസ്ക്രീം എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കൊച്ചു കുട്ടികളാരും ഇല്ലല്ലോ ഐസ്ക്രീമിന് വേണ്ടി കരയും. എന്നല്ല ജാസ്മിൻ ഐസ്ക്രീമിന് വേണ്ടി കരഞ്ഞു പോലും. സ്ട്രോബെറി തന്നെ വേണം എന്ന് ജാസ്മിൻ കരഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം കൊണ്ടു കൊടുത്തു. എന്തൊക്കെയാണോ നടക്കുന്നത്? ഇതൊരു ബിഗ് ബോസ് ഷോയാണോ അതോ വേറെ കിൻഡർ ഗാർട്ടൻ നടത്തുകയാണോ എന്നാണ് ഡൗട്ട്. കിൻഡർ ഗാർട്ടൻ ആയിരിക്കും. ഇത്രയും ഒരു ഗതികെട്ട ബിഗ് ബോസ് ഷോ കാണേണ്ടി വരുന്നത് തന്നെ പ്രേക്ഷകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. നല്ല ടാസ്കുകളെങ്കിലും കൊടുക്കൂ ബിഗ് ബോസ്, അതെങ്കിലും കണ്ട് പ്രേക്ഷകർ ഒന്ന് സമാധാനിക്കട്ടെ. ഒരു നല്ല ടാസ്കും കൊടുക്കില്ല. ചുമ്മാ പവർ ടീമിലെ അംഗങ്ങളൊന്നും ഒരു ജോലിയും ചെയ്യണ്ടെന്നും കൂടെ പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവർ അതിനേക്കാളും വലിയ കൂട്ടക്കരച്ചിൽ കൊടുക്കാൻ. താക്കോൽ കിട്ടിയതാരുടെ? ശ്രീരേഖയുടെ ബാഗിൽ നിന്നും താക്കോൽ കിട്ടി. താക്കോൽ അവിടെ നിന്നും കിട്ടിയതിനും ശ്രീരേഖ കരച്ചിൽ. ശ്രീരേഖ കരഞ്ഞ് 2 മണിക്കൂർ 3 മണിക്കൂർ ഇപ്പോഴും കരച്ചിൽ മാറിയില്ലെന്ന് തോന്നുന്നു. ഇനി ഈ ആഴ്ചയെങ്കിലും തീരുമെന്തോ കരച്ചിൽ. ഞാൻ പവർ ടീമിലില്ലയെന്നും പറഞ്ഞ് ശ്രീരേഖ ഇറങ്ങിപ്പോയി, ജാൻമണി ഇറങ്ങിപ്പോയി. പവർ ടീമിൽ തന്നെ ഇപ്പോൾ 5 പേര് അംഗങ്ങളുള്ളതിൽ 2 പേര് പോയി. നിഷാന ആദ്യമേ പോയി. പകരം ജാസ്മിൻ സ്ട്രോങ് ആയിട്ട് 5 പേർക്കും കൂടെ സ്ട്രോങ് ആയിട്ടൊരു ജാസ്മിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പവർ ടീം അടിച്ച് പിരിഞ്ഞു. ഇനി ഈ പവർ ടീം വെച്ച് എന്ത് ചെയ്യാനാണാവോ ബിഗ് ബോസിൻ്റെ ഉദ്ദേശം? അതിന് പുറമെ റസ്മിൻ ജാസ്മിനും ഗബ്രിക്കും ഒപ്പം പവർ ടീമിൽ കയറി. അത് പവർ ടീമിൽ മറ്റ് ടീമംഗങ്ങൾ കയറാൻ പാടില്ല എന്നുള്ള തെറ്റ് റസ്മിൻ ചെയ്തതുകൊണ്ട് റസ്മിന് ശിക്ഷ വിധിക്കണമെന്ന് പറഞ്ഞ് പവർ ടീം എല്ലാവരും കൂടെ ചേർന്ന് ശിക്ഷ വിധിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോഴും പവർ ടീമിന് അവിടെ ഒത്തൊരുമയില്ല. അവിടെയും അടിയാണ്. അവിടെ നിന്ന് ശ്രീരേഖ വാക്കൗട്ട് നടത്തിപ്പോയി. ജാൻമണിയും ഈ തീരുമാനം എടുക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. എങ്കിലും മറ്റുള്ളവരുടെ നിർബന്ധത്തിൽ വഴങ്ങി ജാൻമണി കൂടെ നിന്നു. യമുനയും ശ്രീരേഖയും തമ്മിലും തെറ്റി. അതുകൊണ്ട് തന്നെ ശ്രീരേഖയുടെ അഭാവത്തിലാണ് തീരുമാനിച്ചത് റസ്മിൻ 2 ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ് ജാസ്മിന് പവർ ടീം കൊടുത്ത ശിക്ഷ. എന്തായാലും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അറിവോട് ആയിരിക്കുമല്ലോ പവർ ടീമിൽ കയറിയത്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോഴും ഗബ്രി പറയുന്നത് പവർ ടീമിലുള്ളവരെ ശിക്ഷിക്കാനല്ല ബിഗ് ബോസ് പറഞ്ഞത്, അതിനകത്ത് കയറിയവരെ ശിക്ഷിക്കാനാണ് പറഞ്ഞത് എന്നാണ് ഗബ്രിയുടെ ന്യായം. പക്ഷേ പവർ ടീമിലുള്ളവർ വിളിച്ച് കയറ്റിയിട്ടാണ് മറ്റ് ടീമിലെ അംഗങ്ങൾ കയറിയത് എന്നുള്ള കാര്യം അവിടെ മറന്നുപോയി. അപ്പോൾ ബിഗ് ബോസും ശിക്ഷ വിധിക്കാൻ പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് കയറ്റിയവരെ കൂടെ ശിക്ഷിക്കണമായിരുന്നു. അതല്ലേ അതിൻ്റെ ശരി. പക്ഷേ അത് വിട്ടുകളഞ്ഞു. പവർ ടീമിന് ആവശ്യമില്ലാത്ത പവറുകൾ കൊടുത്ത് അവരുടെ ഉള്ള പവറും കൂടെ നശിപ്പിക്കുകയാണ് ബിഗ് ബോസും ചെയ്യുന്നത്. പവർ ടീമിലെ അംഗങ്ങളും അവർക്ക് എന്തോ വലിയ പവർ കിട്ടിയെന്നും പറഞ്ഞ് ആ പവർ അവർക്ക് ഉണ്ടായിരുന്ന പവറുകളും കൂടെ നശിപ്പിച്ചു എന്ന് വേണം കരുതാൻ. പവർ ടീമിൽ കയറി പ്രേക്ഷകരുടെയും വീട്ടിലെ അംഗങ്ങളുടെയും എല്ലാം വെറുപ്പ് സമ്പാദിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ ടീമിനെ ഇനിയെങ്കിലും പിരിച്ചു വിട്ടില്ലെങ്കിൽ അവരുടെ കാര്യവും കഷ്ടമാണ്. ബിഗ് ബോസ് അവരോട് എന്തെങ്കിലും വിരോധമുണ്ടോയെന്നോ ഈ ബിഗ് ബോസിന് എന്തോ വിരോധം ഉള്ളതുപോലെയാണ് തോന്നുന്നത്. ഈ പവർ ടീം തന്നെ നിന്ന് വെറുത്ത് പ്രേക്ഷകർ അവരെ അടിച്ചു പുറത്താക്കട്ടെ എന്നുള്ള മട്ടിലാണ് ബിഗ് ബോസ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട്
അവരോട് അല്പമെങ്കിലും ദയവുണ്ടെങ്കിൽ ആ പവർ ടീമിനെ ഒന്ന് മാറ്റി കൊടുക്കണം അടുത്ത വീക്കിലെങ്കിലും. ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് ബുധനാഴ്ചയായി, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡായി ലാലേട്ടൻ വരും. ലാലേട്ടൻ വരുമ്പോഴെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി പവർ ടീമിനെ ഷഫിൾ ചെയ്യണം. എന്ന് ഈ ഒരേ ടീം തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ കാണുന്നവർക്കും ബോറ്, ചെയ്യുന്നവർക്കും ബോറ്, എല്ലാവർക്കും ബോറാണ്. ഈ ടീമുകൾ മുൻപ് കാലങ്ങളിലെ പോലെ ഷഫിൾ ചെയ്ത് വന്നില്ലെങ്കിൽ അവർ തമ്മിലും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായില്ലെങ്കിലും അവർ തമ്മിലൊന്ന് പരിചയപ്പെടുകയെങ്കിലും വേണ്ടേ. ഇത് ചുമ്മാ ആ ടീമിലുള്ളവർക്ക് യോജിപ്പില്ല, മറ്റു ടീമിലുള്ളവരോട് യോജിപ്പില്ല. കാണുന്ന പ്രേക്ഷകനാണെങ്കിൽ വെറുത്ത് 2 ആഴ്ച കൊണ്ട് ഇത്രയും വെറുത്ത ബിഗ് ബോസ് സീസൺ വേറെ ഇല്ല. ഇനി ആ വെറുപ്പ് മാറ്റിയെടുക്കണമെങ്കിൽ ബിഗ് ബോസ് തന്നെ വിചാരിക്കണം. കളി മാറ്റിപ്പിടിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഭയങ്കര മാറ്റിപ്പിടിക്കലാവുമെന്ന് കരുതിയില്ല. വളരെ ബോറ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസെ കളി മാറ്റിപ്പിടിക്കൂ. ഇനിയെങ്കിലും മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് ഷോ അവതാളത്തിലാകും. എന്തായാലും ഇങ്ങനെ പോയാൽ ഈ ബിഗ് ബോസ് സീസൺ 6 കാണാൻ എത്ര പ്രേക്ഷകർ ഉണ്ടാകും എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഈ ഗെയിം മാറ്റിപ്പിടിക്കുക. ഇനിയും അവസരമുണ്ട്. എന്തായാലും ഈ എപ്പിസോഡിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.